നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മൂന്നാം നരേന്ദ്രമോദി ക്യാബിനറ്റിൽ ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള LJP നേതാവ് ചിരാഗ് പാസ്വാന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഷ്ടമാകും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിന് കാരണമാകുന്നത് നിരവധി സാഹചര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, NDAയിൽ ബീഹാറിലെ പ്രബല കക്ഷി എന്ന രീതിയിൽ നിതീഷ് കുമാറിൻ്റെ കാര്യങ്ങൾ അത് ഏത് രീതിയിലും നടപ്പിലാക്കാനാണ് അദ്ദേഹം പരക്കം പായുന്നത്. BJPക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ നിതീഷ് കുമാറിൻ്റെയും അതുപോലെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും ദയാദാക്ഷിണ്യത്തിലാണ് ആ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടിയുള്ള പരമാവധി വിട്ടുവീഴ്ചകൾക്ക് BJP തയ്യാറാകാത്തിടത്തോളം കാലം BJPയെ കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തി പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇരു കൂട്ടരുടെയും ശ്രമം. ഇതിനുവേണ്ടി നിതീഷ് കുമാറും TDP നേതാവായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവും കൃത്യമായി ഇടവേളകളിൽ കൂടിക്കാഴ്ച നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട, നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദളിനെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ തകർക്കാൻ ശ്രമിച്ച പാർട്ടിയാണ് LJP. അതിന് ചുക്കാൻ പിടിച്ച നേതാവായിരുന്നു ചിരാഗ് പാസ്വാൻ. ചിരാഗ് പാസ്വാനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിന് നിതീഷ് കുമാറിൻ്റെ ഒപ്പം നിൽക്കാൻ തന്നെയാണ് RJD കൂടി ശ്രമിക്കുന്നത്. അതായത് RJDയും നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദളും LJPയെ തൂത്തു തുടച്ച് ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നീക്കാൻ വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത് BJPക്ക് മനസ്സിലായ കാര്യമാണ്. BJP എന്തൊക്കെയായിരുന്നോ ചെയ്തത് അതേ രീതിയിൽ തന്നെയുള്ള നാണയത്തിൽ തിരിച്ചടിക്കാൻ കിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണ് ഇപ്പോൾ നിതീഷ് കുമാറിന്. നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ മുച്ചൂടം മുടിക്കാൻ ഒട്ടനവധി കളികൾ കളിച്ചിരിക്കുന്നു BJP എന്നുള്ളത് പറഞ്ഞായിരുന്നു ഇടക്കാലത്ത് വെച്ച് നിതീഷ് കുമാർ BJP ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് RJDയുമായി സഖ്യം ചേർന്ന് മഹാഗഡ്ബന്ധനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ വേണ്ടി ഏത് രീതിയിലുള്ള ശ്രമവും നടത്തും എന്നായിരുന്നു. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ പോലും താൻ ഇടപെടേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യും, അഖിലേഷ് യാദവുമായി കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ച് വ്യക്തമാക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ നിതീഷ് കുമാർ ഇപ്പോൾ പക്ഷേ BJPയുമായി സഖ്യം ചേർന്ന് മുന്നോട്ട് പോവുകയാണ്. അതിനെപ്പോഴായിരിക്കും തടസ്സമുണ്ടാവുക എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. കാര്യം നിതീഷ് കുമാർ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാം. ലാലു പ്രസാദ് കൊടുത്തിരിക്കുന്ന ഓഫർ വളരെ വലുതാണ്. നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം മാത്രമല്ല, അദ്ദേഹം അർഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിയും. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയതിൽ നിർണായക പങ്ക് നിതീഷ് കുമാറിനാണുള്ളത്. നരേന്ദ്രമോദിക്ക് ആ സ്ഥാനം നഷ്ടപ്പെടാൻ നിതീഷ് കുമാർ ഒറ്റൊരാൾ വിചാരിച്ചാൽ മതിയെന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് വെറുതെയല്ല. അതുമാത്രമല്ല, ചിരാഗ് പാസ്വാന്റെ കാര്യവും നരേന്ദ്രമോദിക്ക് തന്നെ നഷ്ടങ്ങൾ സംഭവിക്കുമെന്നറിഞ്ഞാൽ നിതീഷ് കുമാറിന്റെ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വരും. അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായ ചിരാഗ് പാസ്വാനെയും ഒതുക്കാൻ വേണ്ടിയുള്ള നീക്കം നിതീഷ് കുമാർ നടത്തുന്നുണ്ട്. LJPയുടെ വളർച്ച രാഷ്ട്രീയപരമായി JDUവിന് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ തകർച്ചയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണമായി കൃത്യമായി പറയുന്നത് പഴയ കണക്കുകൾ തന്നെയാണ്. ഒന്നും തന്നെ നിതീഷ് മറക്കുന്നവനല്ല, പൊറുക്കുന്നവനുമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനതാദളിന് 43 സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. അങ്ങനെ തകരാൻ പ്രധാനപ്പെട്ട കാരണമായി നിന്നത് LJPയും LJPയുടെ നേതാവായ ചിരാഗ് പാസ്വാനുമാണ്. ആ ചിരാഗ് പാസ്വാൻ തൻ്റെ കൂടി ഔദാര്യത്തിലാണ് കേന്ദ്രമന്ത്രിയായി ഞെളിഞ്ഞിരിക്കുന്നത് എന്നത് നിതീഷ് കുമാറിന് ഒട്ടും രസിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും RJD മുന്നോട്ട് വയ്ക്കുന്ന ഓഫറുമായി നിതീഷ് കുമാർ പോവുകയാണെങ്കിൽ ചിരാഗ് പാസ്വാന്റെ കട്ടയും പടവും മടങ്ങും.